ചില ഡ്രസ്സിനെ നിറഞ്ഞവരെ ഇന്ന് ഓഗസ്റ്റ് 28 സഭയിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. വിശുദ്ധിയുടെ പടവുകളിൽ എത്തിയ അഗസ്തീനോസ് ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ജീവിതം നയിച്ചിരുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്രമാത്രം പാപം ചെയ്യാമോ ആ ഒരു ലെവൽ വരെ താഴ്ന്നു പോയ അഗസ്തീനോസ് അമ്മയായ വിശുദ്ധ മോനിക്കയുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറിയ ഒരു മനുഷ്യനാണ്. ഇന്നത്തെ ലേഖനഭാഗത്തിലും സുവിശേഷ ഭാഗത്തിലും ഈശോ നമ്മളോട് പറയുന്നതും ഈ വിശുദ്ധയെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ശരീരത്തിന്റെ വിശുദ്ധയെ കുറിച്ച് ലേഖനഭാഗത്തിലും സുവിശേഷ ഭാഗത്തിലും സഭ നമ്മൾ ഓർമ്മിക്കുകയാണ്. ലേഖനഭാഗത്തിൽ പൗലോസിനെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടി, അത് നിങ്ങൾ വേശ്യയുടെ ആലയമാക്കരുത്, അല്ലെങ്കിൽ വേശ്യയുടെ ശരീരം പോലെ ആക്കരുത് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പൗലോസിനെ നമ്മൾ ബോധിപ്പിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗത്തിലൂടെ സഭ നമ്മളോട് പറയുകയാണ്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞുവെന്ന് സഭ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വചനങ്ങളിലൂടെ സഭ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഹൃദയത്തില് വ്യഭിചാരം ചെയ്താലും അത് നിന്റെ ശരീരത്തെയും നിന്റെ ജീവിതത്തെയും അശുദ്ധമാക്കുമെന്ന് സഭ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മുടെ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ 2 വചനഭാഗങ്ങളിലൂടെയും സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ശരീരത്തിന്റെ വിശുദ്ധി നീ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. നോട്ടം കൊണ്ടാകട്ടെ, സ്പർശനം കൊണ്ടാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് വഴിയാകട്ടെ, സംസാരം കൊണ്ടാകട്ടെ, മറ്റുള്ളവരെ പാപത്തിലേക്ക് ആകർഷിക്കാതിരിക്കാനും അല്ലെങ്കിൽ പാപത്തിലേക്ക് നയിക്കാതിരിക്കാനും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തക്ക രീതിയിൽ ജീവിക്കാതിരിക്കാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയോട് ജീവിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് നൽകട്ടെ.